പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്ക് പോവുകയാണ്. 4 ദിവസത്തെ കേരള സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു തിരുവനന്തപുരത്തെത്തി. രാഷ്ട്രപതിക്ക് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക വരവേൽപ്പ് തന്നെ നൽകും. തുടർന്ന് രാഷ്ട്രപതി ഇന്ന് വിശ്രമിക്കുന്നത് രാജ്ഭവനിലാണ്. നാളെ രാവിലെ 9 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ രാഷ്ട്രപതി ശബരിമല ദർശനത്തിനായി നിലയ്ക്കലിലേക്ക് പുറപ്പെടും. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രശാന്ത്, രാഷ്ട്രപതി എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്തും. അതോടൊപ്പം നാളെയാണ് ശബരിമല സന്ദർശനം. കനത്ത സുരക്ഷയുണ്ട്. കൂടുതൽ വിവരങ്ങൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്പം മുൻപാണ് തിരുവനന്തപുരം വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിലെത്തിയത്. രാഷ്ട്രപതിക്ക് ഗവർണറും മുഖ്യമന്ത്രിയും അടങ്ങുന്ന സർക്കാർ പ്രതിനിധി സംഘം ഊഷ്മളമായ സ്വീകരണം നൽകി. ഇപ്പോൾ രാഷ്ട്രപതി രാജ്ഭവനിലേക്കാണ് ഇനി നേരെ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ടെക്നിക്കൽ ഏരിയയ്ക്ക് പുറത്തേക്ക് രാഷ്ട്രപതിയുടെ വാഹനവും സംഘം എത്തും. ഇന്നിപ്പോൾ മറ്റ് ചടങ്ങുകളിലൊന്നും തന്നെ രാഷ്ട്രപതി പങ്കെടുക്കുന്നില്ല. ഇന്ന് രാജ്ഭവനിലെത്തി വിശ്രമമാണ്. നാളെ രാവിലെയാണ് ശബരിമല സന്നിധാനത്തേക്ക് രാഷ്ട്രപതി പുറപ്പെടുന്നത്. രാവിലെ 9:25 ഇന്ത്യൻ എയർഫോഴ്സിന്റെ MI-17 ഹെലികോപ്റ്ററിലാണ് രാഷ്ട്രപതി പുറപ്പെടുക. നിലയ്ക്കലിൽ രാവിലെ 10:20 എത്തിച്ചേരും. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ യാത്രയിൽ വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ സുരക്ഷാ സംഘം നിർദ്ദേശിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും നിലവിലെ പ്ലാൻ പ്രകാരം 10:20 നിലയ്ക്കലിലെത്തിയാൽ അവിടെ നിന്ന് 11 മണിയോടെ പമ്പയിലേക്ക് റോഡ് മാർഗം നാളെയാണ് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം. ഇപ്പോൾ രാഷ്ട്രപതി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.